നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും സിംബാബ്വേയും തമ്മിലുള്ള സൂപ്പർ 8 മത്സരം നാളെയാണ്. മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി സഞ്ജു സാംസൺ കളിക്കുമോ എന്നുള്ള ചോദ്യമായിരുന്നു. അതിനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഇന്നലെ നെറ്റ്സിൽ സംഭവിച്ച കാര്യങ്ങളും മറ്റുമൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ESPN ക്രിക്കറ്റ് ഇൻഫോയും മറ്റ് മാധ്യമങ്ങളുമൊക്കെ ഇന്നലെ നെറ്റ്സിലെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പോൾ റിങ്കു സിംഗ് ഓൾറെഡി നാട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടല്ലോ. നമ്മൾ ഇന്നലെ ആ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമിലി എമർജൻസിയാണ് കാരണം. അപ്പോൾ എന്തായാലും പ്ലേയിങ് ലെവലിൽ മാറ്റം വരുത്തണം. അങ്ങനെയെങ്കിൽ ബാറ്ററായിട്ട് സഞ്ജു സാംസണെ ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിങ്കുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെൻറ്റിൽ അത്ര മികച്ചൊരു പ്രകടനം നടത്താൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്കോറുകൾ എന്ന് പറഞ്ഞാൽ 6 റൺസിന് ഔട്ടായി, 1 റൺസ്, പിന്നെ 11 നോട്ട് ഔട്ട്, 6 നോട്ട് ഔട്ട്. ഇങ്ങനെയൊക്കെയാണ് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ 76 റൺസിന് അഹമ്മദാബാദ് തോറ്റപ്പോൾ അദ്ദേഹം ഡക്കാവുകയും ചെയ്തിരുന്നു. ഫീൽഡിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലത ടീമിന് ഗുണമാകുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ റിങ്കു ഈ ഒരു കളിക്ക് അൺഅവൈലബിൾ ആണെങ്കിൽ, അദ്ദേഹം ഇന്ന് മടങ്ങിയെത്തിയില്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും നാളത്തെ കളിക്ക് അൺഅവൈലബിൾ ആവും. അപ്പോൾ അദ്ദേഹം അൺഅവൈലബിൾ ആണെങ്കിൽ സ്ക്വാഡിൽ മാറ്റം വരുത്തേണ്ടി വരും, പ്ലേയിങ് ലെവലിൽ മാറ്റം വരുത്തേണ്ടി വരും. സഞ്ജു സാംസൺ ഇറങ്ങാനുള്ള സാധ്യതയാണ്. സഞ്ജു ഇറങ്ങുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓർഡർ ഹെവി ലെഫ്റ്റ് ഹാൻഡേഴ്സിൻ്റെ ഒരു സാന്നിധ്യമാണ്. അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതേസമയം സൂര്യകുമാർ യാദവ് നമ്പർ 3 ഇറങ്ങുക എന്നുള്ളതും ഒരു ഓപ്ഷനാണ്. ഇനിയിപ്പോൾ റിങ്കു മടങ്ങിയെത്തിയാൽ തന്നെ തിലകിൻ്റെ സ്ഥാനം ഭദ്രമാണോ എന്നുള്ള ചോദ്യമൊക്കെ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ്ങിൻ്റെ സമയത്തുണ്ടായിട്ടുള്ള വിവരങ്ങൾ വിശദമായിട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. സഞ്ജു സാംസൺ കുറേ സമയം ബാറ്റ് ചെയ്യുകയുണ്ടായി. അതായത് നിയർ സെൻറ്റർ വിക്കറ്റിൽ ഉള്ള ട്രെയിനിങ് സ്ഥലത്ത് അദ്ദേഹം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയുണ്ടായി, ബാറ്റ് ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ MA ചിദംബരം B നെറ്റ്സിൽ, അത് മെയിൻ ഗ്രൗണ്ടിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള നെറ്റ്സാണ്, അവിടെയും അദ്ദേഹം പിന്നീട് ബാറ്റ് ചെയ്യുകയുണ്ടായി. അതിനർത്ഥം അദ്ദേഹത്തിന് പ്ലേയിങ് ടൈം കിട്ടാനുള്ള സാധ്യതയുണ്ട്, 11 അദ്ദേഹം വരാനുള്ള നല്ല സാധ്യതയുണ്ട് എന്നാണ്. ഇനി എന്താണ് അദ്ദേഹം ട്രെയിനിങ്ങിൽ ചെയ്തത് എന്ന കാര്യങ്ങളാണ്. അറൗണ്ട് 6:30 PM നടന്നിട്ടുള്ള നെറ്റ്സിൽ ട്രെയിനിങ്ങിൽ അദ്ദേഹം മികച്ച രൂപത്തിലാണ് ബാറ്റ് ചെയ്തിട്ടുള്ളത്. ഇഷാൻ കിഷനും അദ്ദേഹവുമാണ് പ്രധാനമായും ആ ഒരു ഘട്ടത്തിൽ ആദ്യം ബാറ്റ് ചെയ്യാൻ വേണ്ടി പോയത്. മുഹമ്മദ് സിറാജും അർഷ്ദീപ് സിംഗും പന്തെറിയുന്ന ഒരു സമയത്ത് അവർ കുറച്ച് ഷോർട്ടായിട്ട് പന്തെറിയുന്ന ഘട്ടത്തിൽ മികച്ച രൂപത്തിൽ തന്നെ അദ്ദേഹം ബാറ്റ് ചെയ്യുകയുണ്ടായി. സാംസൺ വളരെ പെട്ടെന്ന് ബാക്ക് ഫുട്ടിൽ പൊസിഷൻ എടുത്തുകൊണ്ട് പുൾ ചെയ്യുന്ന കാഴ്ചയുണ്ടായിരുന്നു. ലോങ് ഓണിലേക്കോ മിഡ് വിക്കറ്റിലേക്കോ ഒക്കെ അദ്ദേഹം അടിച്ച് പറത്തുന്ന കാഴ്ചയാണ് നെറ്റ്സിലുണ്ടായതെന്നാണ് വിവരം. പക്ഷേ അതിനുശേഷം അർഷ്ദീപ് സിംഗ് ഗുഡ് ലെങ്ത്തിൽ പന്തെറിയാൻ തുടങ്ങിയപ്പോൾ സഞ്ജു സാംസണ് ഫീറ്റ് മൂവ് ചെയ്യാതെ ബാറ്റ് വെക്കുകയും വേണ്ട വിധത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുകയും ചെയ്തില്ല. ഇത് തന്നെയാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ അദ്ദേഹത്തെ കുടുക്കിയിട്ടുള്ള ഒരു പന്തും. ആ കാര്യം ശ്രദ്ധിക്കുക. ന്യൂസിലാൻഡിനെതിരെ ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പിന്നീട് T20 വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് പ്ലേയിങ് ലെവലിൽ സ്ഥാനം കിട്ടാതിരിക്കാൻ ഒരു കാരണമായിട്ടുള്ളത്. കൃത്യമായിട്ട് സിമിലർ ലെങ്ത്തിൽ ജേക്കബ് ഡഫിയും മാറ്റ് ഹെൻറിയും പന്തെറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും അതിന് പരിഹാരം അദ്ദേഹം കാണും എന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. ദെൻ അതിനുശേഷം സ്പിന്നേഴ്സ് പന്തെറിയാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്ലുവൻസി വളരെ മികച്ച രൂപത്തിൽ അദ്ദേഹം പുറത്തെടുത്തു. വരുൺ ചക്രവർത്തിക്കെതിരെയും മറ്റുമൊക്കെ ആയിട്ട് അദ്ദേഹം നന്നായിട്ട് തന്നെ ബാറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അദ്ദേഹം തൻ്റെ ഫീൽഡിംഗ് കോച്ച് T ദിലീപിനൊപ്പം തൻ്റെ കീപ്പിംഗ് കാര്യങ്ങൾ മറ്റൊന്ന് ഫൈൻ ട്യൂൺ ചെയ്തു. പിന്നെ ഒരിക്കൽ കൂടി ഒരു സെക്കൻഡ് സ്റ്റിൻറ്റ് ബാറ്റ് കൊണ്ട് അദ്ദേഹം ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. റയാൻ ടെൻഡോഷെ കാര്യങ്ങൾ ഓവർസീ ചെയ്തു. അപ്പം സഞ്ജു സാംസണിന് ആവശ്യത്തിന് ട്രെയിനിങ് അവസരം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ പ്ലേയിങ് ലെവലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ളൊരു സാധ്യതയാണ്. കാരണം ഇന്നലെ ചെപ്പോക്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം പുതിയ സൂപ്പർ കിങ് പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോഗ്രാഫ് സൈനിങ്ങും മറ്റ് ക്രിക്കറ്റ് ഗിയറുകളിലും ടീഷർട്ടിലൊക്കെ സൈനിങ്ങും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് അങ്ങനെയും കുറച്ച് സമയം ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ESPN ക്രിക്കറ്റ് ഇൻഫോ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സഞ്ജു കളിക്കാൻ നല്ല സാധ്യതയുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സൂര്യകുമാർ യാദവ് വെളിപ്പെടുത്തും എന്ന് വേണം കരുതാൻ. അക്സർ പട്ടേൽ ഇപ്പോൾ കഴിഞ്ഞ 2 കളികൾ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം തിരികെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.